ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇന്നൊരു 8:30 ആയപ്പോഴാണ് കേട്ടോ അടുക്കളയിലെത്തിയത്. 8 മണിക്കാണ് നീച്ചിട്ടുള്ളത്. വെളിച്ചയ്ക്ക് നീച്ചിട്ട് പിന്നെ കിടന്നു കേട്ടോ, കുറേ സമയം കിടന്നു. ഇന്നങ്ങോട്ട് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഉറക്കമൊന്ന് തീരട്ടെ വെച്ചിട്ട് കുറേ സമയം കിടന്നു. പിന്നെ 8 മണിക്ക് നീച്ച് തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടോ. പിന്നെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്ന് നോക്കണത്. അപ്പോൾ രാവിലെ നേരത്തെ 3-3:30 ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച കറിയാണ്. പിന്നെ കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കിയിട്ടോ, ഏട്ടനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ദോശമാവ് ഉണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇതാ തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോൾ നീച്ച് അപ്പം തന്നെ വേഗം തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ആക്കം പോലെ മതിയല്ലോ, ആർക്കും എങ്ങോട്ടും പോകാനൊന്നുമില്ല. പിന്നെ ഏട്ടനും അച്ഛനൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കല്ലേ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴത്തേന് ചോറുണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ചോറും കറിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കിടക്കണേനൊന്നും അമ്മയ്ക്കും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അമ്മയും കുറച്ച് സമയമൊക്കെ അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ പരാതിയും പരിഭവങ്ങളും ഇല്ല. അപ്പോൾ തിരുമ്പിയതാണ് കേട്ടോ. തിരുമ്പിയിട്ട് ഞാൻ തോരയിടാൻ നോക്കിയപ്പോൾ നല്ല മൂടലാണ്. അപ്പോൾ വേഗം മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അത് അകത്തന്നെ തോരയിടാമല്ലോ. അപ്പോൾ ഇന്നലെ സിറ്റ് ഔട്ടത്തെ ആ ചവിട്ടിയൊക്കെ ഒന്ന് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ അത് മഴ വരുന്നുണ്ട് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറ്റിയിട്ടതാണ്. അപ്പോൾ ശരിക്കും ഒന്നും കൂടി ഉണങ്ങാണ്ട്. അപ്പോൾ ഏതായാലും ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് മെഷീനിൽ. അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇത് തോരയിടാൻ. അപ്പോൾ ഇനി അടുക്കളയിൽ പണികൾ ബാക്കിയുണ്ടല്ലോ. പിന്നെ അതാ ചക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ, പഴുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുളപ്പറിച്ചിട്ട് തിന്നും വേണം, ഒന്ന് വരട്ടിയൊക്കെ വെക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നന്തുട്ടി ഇതാക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല സന്തോഷമാണ്, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. മറ്റത് ഈ ഒരു സമയത്ത് നീച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ നെയ്യും വലിയും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുളിയും തിരുമ്പലും എല്ലേതും കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം ഇനി അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. നല്ല മുരിഞ്ഞ ദോശ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചു. രാവിലെ കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതിലൊരു വെള്ളപ്പം ഉണ്ട് ബാലൻസ് ഇരിക്കുന്നത്. അപ്പം ഇനി ബാക്കി ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. എന്നാലുള്ള ആ മാവ് കഴുകിയാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ കണ്ടില്ലേ, അനുമോള് നീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഇന്ന് വിളിക്കണില്ല എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസമല്ലേ, അപ്പം ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയായ എന്തായാലും സ്കൂളില്ലേ, അപ്പോൾ ഉറക്കമൊന്ന് കഴിയട്ടെ ഇരുതി. അപ്പം എത്ര ഉറങ്ങിയാലും പൂതി മാറാത്ത ഒരാളാണ് കേട്ടോ അനുമോള്. നേരെ മറിച്ച് കണ്ണനും നന്തുട്ടനും ആണെങ്കിൽ വേഗം നീക്കിട്ടോ. അപ്പോൾ ഇവിടെ ഒരാളിപ്പോൾ എന്നെ എപ്പോഴും ദിവ്യാസ് കിച്ചണേന്നാണ് വിളിക്കല് കേട്ടോ. പിന്നെ രാത്രി പഠിച്ച കോലാണ് കേട്ടോ അതൊക്കെ. ഈ ഒരു മേശ അവർക്ക് സ്വന്തമാണ്. ചോറിനാനൊന്നും ഏതായാലും അവിടെ ഇരിക്കലില്ലല്ലോ. അപ്പോൾ പിന്നെ പഠിക്കാനോ അല്ല അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ നീച്ച് പോന്നപ്പോൾ തന്നെ വേഗം ഞങ്ങളെ റൂമൊക്കെ ശരിയാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ. നീച്ച ഉടനെ നമ്മൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇനി വേഗം വന്നിട്ട് ദോശ ഉണ്ടാക്കട്ടെ. അപ്പോൾ കണ്ണൻ്റെ പല്ലിയേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്ദൂട്ടൻ്റെ പല്ലിയേക്കൽ കഴിഞ്ഞിട്ടില്ല, കണ്ണൻ്റെ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. നന്ദൂട്ടനെ ഇനി പല്ലിയേപ്പിക്കണം. അപ്പം അനുമോള് കടന്നോട്ടെ എന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പണി ഒരുങ്ങണമെങ്കിൽ എല്ലാവരും ഒപ്പണ്ട് ചായ കുടിച്ചാലല്ലേ അത് ഒരുങ്ങുള്ളൂ. അപ്പോൾ ഓളെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണി വേഗം തീരുമല്ലോ. മറ്റേത് ഓരോരുത്തരാകുമ്പോൾ നമുക്ക് പണിയും തീർന്നിട്ടൂല, ഒന്നും ഒരുങ്ങൂല കേട്ടോ. അപ്പോൾ ദോശ ഒന്നവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലോണം മുരിഞ്ഞ് കിട്ടുമ്പോഴേക്കും അരി ഇടട്ടേന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അത് ഇടട്ടേന്ന് വിചാരിച്ചു. അതിൽ ചൂടുവെള്ളം പറഞ്ഞച്ചപ്പത്തിനും അവിടെ ദോശ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതാണ്ട് പ്ലേറ്റിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ശനി ഞായറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയൊന്നും ഒരുങ്ങൂലല്ലേ. നമ്മൾക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. മക്കൾക്ക് സ്കൂളൊന്നുമില്ല, എന്താ വെച്ചാൽ ഒന്നും വേഗത്തിൽ ചെയ്യൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ പോലും പക്ഷേ പണി ഒരുങ്ങി കിട്ടൂല കേട്ടോ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാവൂലേ. പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാരുണ്ടാവും. എന്നാലും പണി ഒരുങ്ങി കിട്ടാത്തൊരു ദിവസമാണ് കേട്ടോ. ഇപ്പം ഇവിടെ കുറച്ചായിട്ട് ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ചൊരു ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഒന്നാമത് ചിക്കനും മീനിനും ഒക്കെ നല്ല വില തന്നെയാണ്. അപ്പം അങ്ങോട്ടൊന്നും വല്ലാതെ നോക്കലില്ല. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിലല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടോ ചിക്കനൊക്കെ വാങ്ങിയിട്ട്. ഇപ്പം മെയിനായിട്ട് പച്ചക്കറി കേട്ടോ. പച്ചക്കറി, മുട്ട, ഉണക്കൽ, അയിമ പിടിച്ചതാണ് കേട്ടോ, പപ്പടം അങ്ങനെയൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ അതാ നന്ദൂട്ടനെ ചില്ലിൻ്റെ പാത്രത്തിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ അനുട്ടി നീച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ ഏതായാലും മുറക്കൊക്കെ മതിയാക്കി വേഗം നീച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് ഇപ്പോൾ 2 ദിവസമായിട്ട് ബ്രഷും പേസ്റ്റും വേണ്ട, പൽപ്പൊടിയോ
ഉമ്മിക്കരിയൊക്കെ മതി പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ പല്ലിയേക്കലുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ തേച്ച് കൊടുക്കൊന്നും വേണ്ട, ചേച്ചി കുട്ടീൻ്റെ ഒപ്പം ഞാൻ തേച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണ് അതിൻ്റെ ഇടയ്ക്ക് പുറപ്പെടുന്നുണ്ട്. അമ്മേൻ്റെ ചായയൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ കുറച്ച് നേരത്തെ ചായ കുടിക്കും കേട്ടോ. ഒരു 9 മണിയാകുമ്പോൾ അമ്മയ്ക്ക് ഗുളിയൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ അമ്മേനോട് ഞാൻ ആരെയും കാത്തിക്കണ്ട, ഞങ്ങൾ കുടിച്ചുകൊണ്ട് പറയലാണ്. അപ്പോൾ പിന്നെ അമ്മേൻ്റെ ചായയൊടിയൊക്കെ കഴിഞ്ഞ് അമ്മ പാത്രം കഴുകുകയാണ്. പിന്നെ മക്കൾ നീച്ച് പോന്നപ്പോൾ ഇതാ ഹോലെ ബെഡ് ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. ഇതിങ്ങോട്ട് നേരെ വൃത്തിയാക്കി വിരിച്ചിട്ട് ആ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് എന്ത് പണിയെടുത്താലും ഒരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ കിടന്ന് നീച്ച പാടെ പോന്നിട്ടുണ്ടെങ്കിൽ അമ്മക്കൊരു സുഖം ഉണ്ടാവില്ല, ഉന്മേഷം ഉണ്ടാവില്ല എന്നൊക്കെ പറയണേക്കാം. അതേപോലെ തന്നെയാണ് എനിക്കും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണല്ലോ. പിന്നെ ഇതാ മക്കൾക്കൊക്കെ ചായ കൊടുത്തു. അപ്പോൾ എല്ലാവരും സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് ഗുളികയൊക്കെ കുടിക്കാറിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇന്ന പോലെ കൂട്ടത്തിലാണ് ചായ കുടിക്കട്ടെ വിചാരിച്ചു. എന്നും കറക്റ്റ് സമയത്തൊന്നും ചായ കുടി നടക്കലില്ല കേട്ടോ. ചിലപ്പോൾ നന്ദുവിനെ കൊണ്ടേക്ക് വന്ന് 10, 10:45 ആയിട്ട് ചായ കുടിക്കുള്ളൂ. ഇന്നിപ്പോൾ ഓലൊപ്പണ്ട് കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്കും ചൂടുള്ള ദോശയൊക്കെ ചുട്ട് കുടിക്കുകയാണ്. അപ്പോൾ ആളുമ്പോൾ ഓരോ ദോശ ഇട്ടു. അപ്പോൾ കണ്ണനൊന്നേറെ ഞാൻ ചുട്ട് വെച്ചിരുന്നു, പക്ഷെ ഓനൊന്നു തന്നെ കഴിച്ചുള്ളൂ. അപ്പോൾ ഓനൊന്ന് അമ്മേൻ്റെ ഒപ്പം വീട്ടിൽ നിന്ന് അമ്മ ഒരു നിശ്ചയത്തിനും ഉണ്ട്. അപ്പോൾ അമ്മ ഓനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓൻ്റെ ചായടിയൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ചായടി കഴിഞ്ഞിട്ടില്ല. ഞാൻ നന്ദൂനും വാരി കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ നീച്ച് പോകുന്നതാണ് കേട്ടോ, ഓനെ ഒന്ന് പുറപ്പെടിച്ച് പറഞ്ഞയക്കാനായിട്ട്. അപ്പോൾ കണ്ണനൊക്കെ അങ്ങനെ പോയി. എല്ലാവരും ചായടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. ഓരോന്ന് ശരിയാക്കി വെക്കട്ടെ വിചാരിച്ചിട്ട്. ഇനി ഒരു ദോശ ഉണ്ട് ബാക്കി, ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ മാവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കറി ഒരു തൂക്കാത്രത്തേക്ക് ഒഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച കടലക്കറിയാണ്. അപ്പോൾ അത് പെലച്ചയ്ക്ക് 3:30 ആകുമ്പോൾ ഉണ്ടാക്കി വെച്ചതല്ലേ, അപ്പോൾ കേട് വന്നാലോ വിചാരിച്ചിട്ട് ഇനി ആവശ്യത്തിന് ചൂടാക്കി എടുക്കാമല്ലോ. പിന്നെ ബാക്കിയുള്ള ദോശമാവ് വയ്ക്കേണ്ടി വെച്ചിട്ടോ. വേണ്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് വേസ്റ്റാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് തിളച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി കറക്കുള്ളത് വേഗം നോക്കട്ടെ, എന്നിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. പാത്രം ഇഷ്ടം പോലെ അവിടെ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 9:10 ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, പണി ചെയ്യുമ്പോൾ ഒരു ഓർഡർ ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എത്ര സമയത്തിനുള്ളിലാണ് ഈ പണികളൊക്കെ തീർക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പണിയെടുക്കണ ആ ഒരു ഭാഗത്ത് ഗ്യാസിൻ്റെ അവിടെ അടുപ്പിൻ്റെ അവിടെ ആയിട്ടൊരു ക്ലോക്ക് വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതെന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ വെക്കേണ്ട കേട്ടോ. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ സമയം പറഞ്ഞു തരണ്ട കേട്ടോ. അങ്ങനെ പറയുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറയണത്. എന്താ പറയുക, നമ്മൾ വിചാരിച്ചാൽ തീരാത്ത പണികളൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും, ചിലർക്ക് സാവകാശം എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. എല്ലാവരും ഒരേമാതിരി ഒന്നും ആവില്ലല്ലോ. അപ്പം ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികൾ വേഗം തീരും കേട്ടോ. ഇനിയിപ്പോൾ 8 മണിക്ക് നീച്ചിട്ടുണ്ടെങ്കിലും അത് തീർക്കാനുള്ള പണി പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ആർക്കും എപ്പോൾ നീച്ചാലും കിടന്നാലും അങ്ങനത്തെ ഒന്നും ഒരു പരാതിയും പരിഭവമല്ല. അമ്മ ഇവിടെ പറയുന്നുണ്ട്, ഈ എപ്പോൾ നീച്ചാലും അണക്കെടുക്കാനുള്ള പണി എന്നെ എടുക്കും, അത് വേഗം തീരുകയും ചെയ്യും എന്നുള്ളത് അമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരാതിയും പരിഭവമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും സമയം കിടക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും 8 മണിക്ക് നീക്കിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ. അപ്പോൾ പെരച്ചയ്ക്ക് നീച്ചിട്ട് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടക്കണത്. അപ്പോൾ ഇന്ന് മത്തനും പരിപ്പുമാണ് വെക്കുന്നത്. അപ്പോൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് എന്ന് പറഞ്ഞാലും പോരാട്ടോ, ഭയങ്കര വേവുള്ള ഒരു കല്ലും പരിപ്പാണ് പറഞ്ഞില്ലേ. അപ്പോൾ ആ പരിപ്പ് നല്ല ടേസ്റ്റൊക്കെയാണ് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുക്കറിൽ വെക്കാനാവില്ല വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇന്നൊക്കെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും ചോറ് തിളച്ചേക്ക് അത് റൈസ് കുക്കറിക്കാണ് വെച്ചു. പിന്നെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് കുറച്ച് പച്ചമുളകാണ് കീറിയിട്ടാണ് അടുപ്പത്ത് വെച്ചത് കേട്ടോ. ഇനി സാവകാശം കടന്നവിടെ വേവട്ടെ. അപ്പോഴേക്കും ഞാനൊരു മത്തൻ്റെ കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം മത്തൻ്റെ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു തൊലി കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൊലിയോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ ഉണക്കലുമീനുണ്ട് ഇന്നലെ വറുത്തത്. അപ്പോൾ അതും കറി മതിയെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ മക്കൾക്ക് ക്യാബേജ് ഉപ്പേരി വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഒന്ന് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ടോ. എന്നാൽ അതും ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ, എന്നാൽ ആ പണിയൊക്കെ ഉണ്ട് കഴിയുള്ളൂ. എന്നിട്ട് പാത്രം കഴുകാൻ നിൽക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തൊലിയൊക്കെ കളയുമ്പോൾ ഒരു പ്ലേറ്റിക്കോ എന്തൊക്കെയൊക്കെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും ആവില്ല കേട്ടോ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ എളുപ്പമാവും. പിന്നെ എടുക്കുന്ന സാധനങ്ങൾ വേഗം വേഗം എടുത്ത് വെക്കുക, കഴുകി വെക്കാനുള്ളത് കഴുകി വെക്കുക, ഒരു കൂടാനൊന്നും നിൽക്കരുത്. പിന്നെ ആ പണികൾ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ ശ്രദ്ധിച്ച് വേഗം ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം വേഗം തീരും കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഒരു പണി എടുത്താൽ അത് അവിടെ ഇട്ടാണ്ട് വേറൊരു പണിക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏതേതും നടക്കൂല കേട്ടോ. അപ്പം നന്ദുട്ടൻ്റെ ചായ കൂടി ഇപ്പോഴാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളതൊക്കെ കുടിച്ചപ്പോഴും ഓൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ആക്കും പോലെ തിന്നിയിരുന്നു. ഞാൻ കൊടുത്തിട്ടൊന്നും മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സത്യത്തിൽ അത് കഴിക്കൂല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടേ.
അപ്പോൾ ക്യാബേജ് ഇതാ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിയണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കയ്യിൽ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ ചോപ്പറിലുണ്ട് ഇടായിരുത്, എന്നാൽ വേഗം ആവുമല്ലോ. അപ്പോൾ നന്ദുട്ടന്ന് നല്ല സന്തോഷത്തിലാണ്. ചായടിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ല സൈക്കിളമ്മയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈക്കിളൊന്നും എടുക്കലുണ്ടായിരുന്നില്ല, സ്കൂളിലേക്ക് പോകൽ തുടങ്ങിയിട്ട് എപ്പോഴും ഫീലിംഗ് ആയിട്ടിരുന്നില്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും സൈക്കിളമ്മയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്യാബേജ് കൂടെ ഒരു 2 ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് ചോപ്പറിലിട്ട് വലിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ണനും അനുട്ടിക്കൊക്കെ ക്യാബേജ് ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കഴിക്കുമോ വെച്ചാൽ കഴിക്കും. അച്ഛൻ തീരെ കഴിക്കൂല കേട്ടോ. പിന്നെ ആ ചോപ്പറും ഞാൻ വേഗം കഴുകി വെച്ചു കേട്ടോ, എന്നാൽ പിന്നെ അമ്മയ്ക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ ഇതാക്കണ ക്യാബേജും ക്യാരറ്റൊക്കെ ചെറുതായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ്. അപ്പോൾ ഈ ഒരു ചോപ്പറിൻ്റെ കാര്യം പല വീഡിയോസിലും ചോദിച്ചിരുന്നു കേട്ടോ. ഇത് ഞാൻ പൂക്കോട്ടുംപാടത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് 300 രൂപയോ 350 രൂപയോ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അത്രേ ഉള്ളൂ എന്തായാലും. അപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തിൻ്റെ അടുത്തായി, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ മത്തനൊക്കെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെച്ചിട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ കിടന്ന് അങ്ങനെ വേവണുണ്ട് കേട്ടോ. കുറച്ച് സമയം എന്തായാലും പിടിക്കും. കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1-2 വിസിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് കുക്കർ എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഏതായാലും നമ്മൾ എന്തായാലും ഗ്യാസുമ്മ തന്നെയല്ലേ പണിയെടുക്കലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ തീ പിടിപ്പിച്ചാൽ വെക്കാൻ നമ്മൾ വേഗം പിന്നെ അടുപ്പത്ത് തന്നെ വെക്കാൻ നോക്കൂട്ടോ. പിന്നെ എന്തെങ്കിലും ധൃതി മക്കൾക്ക് പോകാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ഗ്യാസ് അധികമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ അടുപ്പത്ത് തന്നെ വെക്കാൻ നോക്കൂട്ടോ. ഗ്യാസിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ പെലച്ചയ്ക്ക് എന്തായാലും എനിക്ക് ഗ്യാസ് ഇല്ലാതെ കഴിയൂല കേട്ടോ. പെലച്ചയ്ക്ക് ഒന്ന് തീ പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പണി തന്നെയാണ്. അപ്പം ഞാൻ ഈ 3 മണിക്ക് നീച്ചാൽ പോരാവില്ല, അതിൻ്റെ മുന്നേ നീക്കേണ്ടി വരും. തീ ഒന്ന് കത്തി കിട്ടാൻ കുറച്ച് പണിയാണ്. കത്തി കിട്ടിയാലോ ഉഷാറാണ് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നാളികേരം എടുത്തിട്ടൊന്ന് ചിരകുകയാണ്. പൊട്ടിച്ച നാളികേരം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ചിരകിയിട്ട് അരച്ചൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ളതും അരയ്ക്കുക, ഉപ്പേരിക്കുള്ളത് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഒരുങ്ങിയല്ലോ. അപ്പം ഞാൻ ഇവർക്ക് രണ്ടാൾക്കും ഒരു പണി കൊടുത്തു. അനുമോള് പിന്നെ ഇന്ന് കുളിക്കണില്ല കേട്ടോ, ജലദോഷമുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ നന്ദൂട്ടനോടും ഓളോടും ഓരോ ബുക്കൊക്കെ എടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഏട്ടൻ്റെ എടുത്ത് വയ്ക്കൊണ്ട് പറഞ്ഞിട്ട് ഓല അതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മളാണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഓൾക്ക് മടി വരൂലേ. അപ്പോൾ ഓലെ കൊണ്ട് കുറച്ചൊക്കെ ചെയ്യിക്കണ്ടേ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തനും പരിപ്പൊക്കെ വെക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അതിലേക്ക് നാളികേരവും ഉള്ളിയും ജീരകവും അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പരിപ്പ് വെന്തപ്പോൾ മത്തനായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് ഞാൻ വെളുത്തുള്ളി അതുപോലെ കുരുമുളകും പച്ചമുളകും കൂടിയും ചതച്ച് വെച്ചിട്ടുണ്ട്. നാളികേരം കൂട്ടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരുമ്പിയതൊക്കെ ഒന്ന് തോരയിടാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തേക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറക്കുകയാണ്. ഉണങ്ങിയത് കുറേ മടക്കി വയ്ക്കാണ്ട് കേട്ടോ. ഇതിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി മടക്കി വയ്ക്കുള്ളേ. അപ്പോൾ അത് ഇവിടെ കുട്ടികളെ റൂമിലാണ് കൊണ്ടുവന്ന് കൂട്ടുക. എന്താ വെച്ചാൽ ഓരതാവും അധികം ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഈ റൂമിൽ നിന്നാണ് ഞാൻ മടക്കി വയ്ക്കുക കേട്ടോ. പിന്നെ തോരയിടാനുള്ളത് അവിടെ തോരയിടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഒക്കെ ഒന്ന് അടിച്ച് വാരിയാണ്. അപ്പോൾ എല്ലായിടവും ഒന്ന് അടിച്ച് വാരിയിട്ട് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ എന്നും മിക്ക ദിവസങ്ങളിലും തുടയ്ക്കും കേട്ടോ. എന്തെങ്കിലും വയ്യാത്തൊക്കെ ദിവസങ്ങളിലേ തുടയ്ക്കാതിരിക്കുള്ളൂ. അപ്പോൾ നല്ല കാലുവേദന ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്തൊരു ദിവസം എന്ന് പറയുന്നു. അത് വിചാരിച്ചിട്ട് നമ്മൾ മടി പിടിച്ചിരുന്നിട്ടൊന്നുമില്ല. നല്ല കാലുവേദനയായിരുന്നു. അപ്പോൾ ഈ ഒരു രാവിലെ സമയത്തൊക്കെ ചെറുന്നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കാലുമ്മ ചെരുപ്പ് ഇട്ടിട്ടില്ല. ചെരുപ്പ് രാത്രി അവിടെ ഊരി വെച്ചതാണ് റൂമിൽ. അപ്പോൾ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. നല്ല ഊക്കൂടുമ്പോഴേ ആ ചെരുപ്പിനൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു നമുക്ക് ചക്ക വെക്കായിരുന്നു പറഞ്ഞു. എന്നും ചക്ക വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അമ്മയ്ക്ക് അരയ്ക്കാതെ വെക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചക്ക ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടിത്തരാറ്. അപ്പോൾ അമ്മ പറഞ്ഞു ഈ എൻ്റെ പണിയെടുത്തോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു 4 ചോളെടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിത്തരാമെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തുടയ്ക്കാനൊക്കെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരവൊക്കെ പാർന്ന് തിളച്ചപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒന്ന് വറുത്തിടണം. അപ്പോൾ നമ്മൾ ഈ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. വേഗം വേഗം പണികൾ ചെയ്യുകയാണെങ്കിൽ വേഗം പണി ഒരുങ്ങി കിട്ടും. അപ്പോൾ ഇത് കത്തിക്കാനാണെങ്കിൽ നല്ല പണിയാണ് പറഞ്ഞില്ലേ. പണി ആവണവർക്ക് നല്ല പണി തന്നെയാണ്, അറിയാത്തവർക്ക് കേട്ടോ. ഇപ്പം നമുക്കിത് ശീലമായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യണത് കൊണ്ട് എത്ര ഉണങ്ങിയ വിറകുണ്ടെങ്കിലും ഒരു തണുപ്പാണല്ലോ. അപ്പോൾ കുറച്ച് പ്രയാസമാണ് കേട്ടോ കത്തി കിട്ടാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കേട്ടോ കറിക്ക്. പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഉപ്പേരി ഒന്ന് വെക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ ഒരു ചീനച്ചട്ടി എടുക്കുമൊന്നും വേണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ മീൻ ഇന്നലെ വറുത്തതുണ്ട് കേട്ടോ ഉണക്കൽ. അതൊന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ ഉപ്പേരിയും തന്നെ എല്ലാവർക്കും വെക്കാൻ അറിയണത് തന്നെയാണ്. കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, അതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക.
പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അവിടെ മിക്സ് ചെയ്ത് ആവിക്ക് അങ്ങനെ വെക്കുക. പിന്നെ വെന്ത് വാങ്ങണ കുറച്ച് സമയം മുന്നെയാണ് ഞാൻ അരപ്പ് ചേർക്കൽ കേട്ടോ. അപ്പോൾ അരപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 വെളുത്തുള്ളി 2 ചുമന്നുള്ളി പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ പച്ചമുളകൊക്കെ കൂട്ടിയിട്ടാണ് ചതച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാനിതിൽ സവോള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയിൽ ചെറുതായി അരിഞ്ഞിട്ട് സവോള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അവിടെ കടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറിയൊക്കെ കണ്ടില്ലേ ഉഷാറായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മത്തനും പരിപ്പുമാണ് കറി എന്ന് പറഞ്ഞപ്പോൾ കണ്ണന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും അച്ഛനും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ മത്തനും പരിപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ വെന്ത് അതിലേക്ക് ചതച്ച് വെച്ചൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുരുമുളക് ഇടുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വല്ലാത്തൊരു ചൊയ ഉണ്ടല്ലോ ക്യാബേജിന്, അതുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ചേച്ചി വരുമ്പോൾ എപ്പോഴും പറയലുണ്ട് കേട്ടോ ക്യാബേജ് തിന്നരുതെന്ന്. എന്താ വെച്ചാൽ എനിക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പോൾ തൈറോയിഡ് ഉള്ളവർക്ക് ക്യാബേജ് തിന്നരുത് എന്ന് അവർ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ കഴിക്കലില്ല. എനിക്ക് ആദ്യമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇറച്ചീനേക്കാളും ഇഷ്ടമാണ് ക്യാബേജ് പറഞ്ഞില്ലേ, അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ 10:30 സമയമായി കേട്ടോ. അപ്പോൾ എല്ലായിടവും വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ എല്ലാ റൂമിലും ഫാനിട്ട് പോന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കാൻ നടക്കുകയാണേ. ചില റൂമിലൊക്കെ ലൈറ്റ് വിട്ടിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇരുട്ട് മൂടിയിട്ടേ മഴ വരുന്ന ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ അകത്തത്തെ പണിയൊക്കെ കഴിഞ്ഞില്ലേ. ചക്കയും വന്നിട്ടുണ്ട് കേട്ടോ. ചക്ക തേങ്ങ അരക്കാതെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതും വേഗം ഉണ്ടല്ലോ. കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചക്ക അമ്മ അടുപ്പത്ത് വെച്ചപ്പോൾ ഞാൻ വേറോരോ പണിയിലായിരുന്നു. അപ്പോൾ അതേന്ന് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ അതാ കുറച്ച് വിറക് എടുത്തേക്കാന്ന് വിചാരിച്ചു. 2 ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒരു വിറക് വരെയൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ ഷീറ്റിട്ട് മൂടി വെച്ചാലേ അപ്പോൾ അത് ദിവസം പോയി എടുക്കലൊരു പണിയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് തോന അങ്ങോട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണല്ലോ. അപ്പോൾ അമ്മയും കൂടി തരുന്നുണ്ട്, നന്ദു കൂടി തരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ വിറക് കൊണ്ടുവന്നേക്കലുള്ളത്. ഇപ്പം ഞാൻ അകത്തേക്ക് വെക്കലില്ല. അകത്തേക്ക് വെച്ചാൽ ഭയങ്കര പണി, എപ്പോഴും മണ്ണാവുകയാണ് കേട്ടോ. പിന്നെ അതാ ഉച്ചയ്ക്ക് ഞാൻ ചക്കയും അച്ചാറുമാണ് ഞാൻ കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടനും ചേച്ചിയും കുട്ടിയൊക്കെ വരാമെന്ന് പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ ചോറിനുണേൻ്റെ കുറച്ച് മുന്നെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു കുറേ ആയിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ സച്ചമ്മ 2 ദിവസം മുന്നേ വന്നിരുന്നല്ലോ. അപ്പോൾ ഒരു വന്ന് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറിന സമയത്തൊന്നും ഒരു എത്തിയില്ല. 2 മണിയൊക്കെ ആവാനായി വന്നപ്പോൾ. പിന്നെ ഒരുക്ക് ചോറൊക്കെ കൊടുത്തു, ചോറൊക്കെ ഉണ്ടു. സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതൊക്കെ തന്നെയാണ് ഒരുക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കൂലേ. അപ്പോൾ അതിപ്പോൾ കുക്കറിലല്ലാതെ സാധാരണ പാനിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ മക്കൾ പാറുവിനെ കിട്ടിയ ഒരു സമയം കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറു ഇപ്പോൾ ഈ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ അതിൽ കളിക്കാൻ. അപ്പോൾ തീയത്ത് കളിക്കാൻ ഓളമ്മ സമ്മതിക്കലില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിക്കലില്ല, പിന്നെ നോക്കലാണ് കേട്ടോ ഓരെന്താ ചെയ്യണമെന്ന്. ഇന്നിപ്പോൾ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓരപ്പം അങ്ങനെ നിൽക്കലാണ്. അപ്പോൾ അതാ 2 പാത്രത്തിലായിട്ട് ഉണ്ടാക്കിട്ടോ. ചീനച്ചട്ടിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും അങ്ങനെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിങ്ങനെയാവുമെന്ന്. സാധാരണ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കലുള്ളത്. ഇതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഏട്ടനും ചേച്ചിയൊക്കെ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ. അപ്പോൾ അവർക്ക് 4 മണിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവരും ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഓരൊക്കെ പോയിട്ടോ. 4 മണി കഴിഞ്ഞപ്പോൾ ഓരും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുതേ. താങ്ക്